ഹലോ ഗായ്സ്, വെൽക്കം ടു ഡ്രീമി ഡയറീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഹെൽത്തി മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഹെൽത്തി ഒന്നും അല്ലെങ്കിലും രാവിലെ ഒന്ന് പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്നും ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എണീച്ചിട്ട് ഇത് പ്രീ വർക്കൗട്ട് ആണ്. അതൊക്കെ കഴിച്ചിട്ട് ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേക്കും അമൽ എന്നെ ജിമ്മിൽ കൊണ്ടുവിടും കേട്ടോ. ഈ ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ ബൈക്കിൽ പോകാൻ വേണ്ടിയിട്ട് നല്ല പാടാണ്, കാരണം നല്ല തണുപ്പാണ്. പക്ഷേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ സൺറൈസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു എനർജി കിട്ടും. നമ്മൾ കടലിന്റെ സൈഡിൽ നിന്നൊക്കെ കണ്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള സൺറൈസ് ഒക്കെ ഇത്രയും അടുത്ത് കാണുമ്പോഴത്തേക്കും രാവിലെ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ബൈക്കിൽ യാത്ര ചെയ്യാനൊക്കെ ഒരു രസമുണ്ട് കേട്ടോ. അങ്ങനെ അമൽ എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് അപ്പം തന്നെ തിരിച്ചു പോകും കേട്ടോ. പുള്ളിക്കാരനോട് ജിമ്മിൽ വരാൻ പറയുമ്പോഴത്തേക്കും നാളെ വരാൻ മറ്റന്നാ വരാന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിടുവേ. അങ്ങനെ അതേ ജിമ്മിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറേ സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പരിഭവം പറയുവാണ് കേട്ടോ. കുറേ സ്റ്റെപ്പ് ഉണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടെ. ഈ സ്റ്റെപ്പുകൾക്കൊക്കെ ഓരോ കഥ എന്നോട് പ്രത്യേകം പറയാനുണ്ടായിരിക്കും. കാരണം എല്ലാ ദിവസവും ഡിസ്ക് എടുത്തിട്ട് ഒരു 10 സ്റ്റെപ്പെങ്കിലും ഞാൻ ഇതുവഴി കയറി ഇറങ്ങാറുണ്ട്. അങ്ങനെ നമ്മൾ ജിമ്മിനകത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ പേരും സമയവും സൈനൊക്കെ ചെയ്തിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ജിം ഷൂസ് വെക്കാറ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇനി ഷൂസൊക്കെ ഇട്ട് റെഡി ആയിട്ട് വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയും കേട്ട് ഞാൻ 7 to 8 months എങ്ങാണ്ടായിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിചാരിച്ച് എന്തുകൊണ്ട് പ്രൊഡക്റ്റീവ് ഡേ ആണല്ലോ, അപ്പോൾ ഒരു ലോങ് വീഡിയോ കൂടെ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മൾ ഷൂസൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇനി കുറച്ച് നേരം മിററിൽ നോക്കിയിരിക്കുകയാണ് എൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ നോക്കി എൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ നേരെ വാമപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം നമ്മളെ ടവലും വാട്ടറൊക്കെ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും. അങ്ങനെ അതിനൊക്കെ അവിടെ സേഫായി എന്ന് ഉറപ്പ് വരുത്തുമ്പോഴത്തേക്കും നമ്മളത് കഴിഞ്ഞിട്ട് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. എന്തായാലും അവിടെ വാമപ്പ് നടക്കുവാണല്ലോ. ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് നിങ്ങളോട് കുറേ പറയാനുള്ളത് പോലെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് 1.5 വർഷം ആവാറായിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുമായിരുന്നു. ഷോർട്ട് വീഡിയോസ് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. പക്ഷേ ലോങ് വീഡിയോസ് ഇപ്പം ഞാൻ എടുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. എനിക്കിനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. സംഭവം എന്താന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് 1.5 വർഷം ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ ഗ്രോത്ത് ഒന്നും ഇതിൽ നിന്നുണ്ടായില്ല. പക്ഷേ എനിക്ക് നല്ല പ്രതീക്ഷയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഹോബി, പാഷൻ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ എനിക്ക് എത്രയൊക്കെ താഴ്ച ഉണ്ടായാലും എനിക്കിത് വിട്ടുകളയാൻ ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വർക്കൗട്ടും കൂടെ നടക്കണമല്ലോ. അപ്പോൾ ഇന്ന് ചെസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ബാക്കി വർക്കൗട്ട്സ് ഒക്കെ നിങ്ങൾ കണ്ടോളൂ. ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുള്ളേ. അപ്പോൾ എല്ലാവരും എന്നെ കാണുമ്പോൾ യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന രീതിക്കൊക്കെയാണ് എന്നോട് സംസാരിക്കുന്നത്. മീൻസ് കളിയാക്കിയിട്ട്. പക്ഷേ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എന്തെന്ന് പറഞ്ഞാൽ എന്നെ ഇത്രയും ആൾക്കാർ പുറകിലോട്ട് വലിച്ചിട്ടും എനിക്ക് ഒരിക്കലും പിന്മാറാൻ തോന്നുന്ന ഒരേ ഒരു കാര്യം ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് മറ്റൊരു വലിയ സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു 2K 3K പോലും ഇല്ലാത്തടത്ത് നിന്ന് ഇപ്പോൾ എനിക്ക് 16K കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്തെങ്കിലും യൂട്യൂബും അത്രയും നല്ലൊരു ഗ്രോത്തിലെത്തുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതുവരെ ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജിമ്മൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുവാണ്. അമലിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അമലിപ്പോൾ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോവുക, ഫ്രഷ് ആവുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അതൊക്കെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഇന്ന് ജസ്റ്റായിരുന്നു. പിന്നെ കുറച്ച് കാർഡിയോ ആർട്സൊക്കെ ചെയ്തിട്ട് കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം നിന്നിട്ട് അമൽ വന്നിട്ടില്ലായിരുന്നു ഗൈസ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചപ്പോഴാണ് പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് കുളിക്കാൻ കയറിയത്. പിന്നീടാണ് ഞാൻ ആ സത്യം മനസ്സിലായത് ഗൈസ്. അമൽ വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഫ്രണ്ടിലൂടെ നടക്കാമെന്ന്. അപ്പോഴത്തേക്കും ആൾ വരുമ്പോഴത്തേക്കും കയറി അങ്ങ് പോവാലോ. എനിക്കൊരു എക്സസൈസോ. എങ്ങനെയുണ്ട്? അങ്ങനെ ഞാൻ പയ്യെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ദൂരം അങ്ങനെ നടന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അവിടെ വന്നിട്ട് ഞാൻ കൈ കാണിച്ചിട്ടൊന്നും കണ്ടില്ല. പിന്നെ എന്നെ കണ്ടിട്ട് പുള്ളിക്കാരൻ തിരിച്ചു വന്നു. അങ്ങനെ ഞാനും അമലും കൂടി വണ്ടിയിൽ കയറിയിട്ട് വീട്ടിൽ പോയി. അങ്ങനെ എന്നോട് ചോദിക്കുവാണ് വന്ന ഉടനെ, ഇങ്ങനെയാണെങ്കിൽ നിനക്കങ്ങ് നടന്നു വന്നാൽ പോരായിരുന്നോ എന്നൊക്കെ. പിന്നെ ഞാൻ പയ്യെ സോപ്പ് ഇട്ടിട്ട് വണ്ടിയിൽ കയറി നേരെ വീട്ടിൽ പോയി. വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ ഞാൻ തന്നെ പേടിച്ചു പോയി. കണ്ടോ, ബ്രേക്കില്ലാത്ത വണ്ടി പോലെയാണ് അവൻ എന്നെ കൊണ്ട് പോകുന്നത്. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, നീ വാ, ഞാൻ ഒരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പിറകിലോട്ട് പോയി. ഇതേ നോക്കിയപ്പോൾ കുറേ മീനുകൾ. ഇത് ഇവിടുത്തെ ചേട്ടൻ പിടിച്ചോണ്ടിട്ടതാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവളുടെ പേരാണ് കുഞ്ചു. അങ്ങനെ ഇവളോട് കുറേ നേരം സംസാരിച്ചപ്പോൾ ഇപ്പുറത്ത് ജാനു ഉണ്ട്. അവൾക്ക് അസൂയായിട്ട് അവൾ കണ്ടോ ദേഷ്യപ്പെട്ട് നിൽക്കുക.
ഇരിക്കുമായിരുന്നു. പിന്നെ അവളോടെയും കുറേ നേരം കളിച്ച് ചിരിച്ചൊക്കെ നിന്നിട്ട് അമലിന് പോകാൻ സമയമായി. അപ്പോൾ അതിൽ നിന്നൊരു മീൻ നമ്മുടെ ഒരു ബന്ധുവിനും കൂടെ കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നമ്മളുടെ ജിക്സ. അങ്ങനെ അമൽ ജിക്സയിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇങ്ങനെ ഞാൻ ടാറ്റ പറയാൻ വേണ്ടിയിട്ട് റോഡിൽ തന്നെ നിൽക്കുവാണ്. ഇനി തിരിച്ചു കയറിപ്പോയാൽ ഇനി ടാറ്റ പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ അവിടെ തന്നെ നിന്നു. പിന്നെ രാവിലത്തെ സൺലൈറ്റ് കൊള്ളുന്നതും നല്ലതാണല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അവന് ടാറ്റ പറഞ്ഞത്. വീട്ടിൽ നിന്ന് എത്രയൊക്കെ ടാറ്റ പറഞ്ഞാൽ ഈ റബ്ബറിൻ കാട്ടിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ടാറ്റ പറഞ്ഞില്ലെങ്കിൽ ഒരു രസം കാണത്തില്ല. പിന്നെ ഞാൻ എൻ്റെ കൃഷിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത്രയും കൃഷിയാണ് ഞാൻ ചെയ്യുന്നത് ഗൈസ്, കണ്ടോ നിങ്ങൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമൽ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെയാണ് ഞാൻ കാപ്പി കുടിക്കാൻ പോകുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ ഒരു പ്രൊഡക്റ്റീവ് ഡേ എന്ന് പറയുന്നത്. വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഇനി മുതൽ ലോങ് വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ശരി എന്നാൽ ടാറ്റാ.